കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ നിരാഹാര സമരം അവസാനിപ്പിച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കഴിഞ്ഞ നവംബർ 26 മുതൽ സമരം ചെയ്തു വരികയായിരുന്നു ദല്ലേവാൾ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ ചേരുന്നു. ശരത്ലാൽ, നേരത്തെ നിരാഹാരം അവസാനിപ്പിച്ചതായി പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നല്ലോ. പിന്നീട് നിരാഹാരം തുടരുകയായിരുന്നു അല്ലേ? അതേ കാരണം നിരാഹാര സമരം പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അത് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവിടെ അദ്ദേഹം വെള്ളം മാത്രം ഗ്ലൂക്കോസ് മാത്രമാണ് സ്വീകരിച്ചിരുന്നത്. ഇതിന് മെയ് 4-ന് തുടർ ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ കർഷക സംഘടനയുമായി കേന്ദ്ര സർക്കാർ വിളിച്ച് ചർച്ച നടത്തുന്ന സാഹചര്യമാണ് മെയ് 4-നുള്ളത്. അതിന്റെ മുമ്പേ ഇദ്ദേഹത്തോട് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചും ഈ ആവശ്യത്തോട് പ്രതികരിച്ചുമാണ് താൻ നിരാഹാരം അവസാനിപ്പിക്കുന്നതായിട്ട് ദല്ലേവാൾ പ്രഖ്യാപിച്ചത്. 131 ദിവസമായി ദല്ലേവാൾ നിരാഹാരം തുടങ്ങിയിട്ട്. ക്യാൻസർ രോഗിയായ ദല്ലേവാളിനെ സംബന്ധിച്ചുള്ള ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇതിൽ ഇടപെടുകയും അദ്ദേഹത്തോട് നിരാഹാരം അവസാനിക്കാൻ പഞ്ചാബ് സർക്കാരിനോടും ആവശ്യപ്പെട്ടത്. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. ആശുപത്രിയിലും ഭക്ഷണം സ്വീകരിക്കുന്നതിൽ അദ്ദേഹം വിലക്ക് തുടർന്നു. അതിനുശേഷമാണ് കേന്ദ്ര കൃഷി മന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച മെയ് 4-നുള്ള കർഷകരുമായിട്ടുള്ള ചർച്ചയ്ക്ക് നല്ലൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി താൻ നിരാഹാരം അവസാനിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. വിനൽ. ഓക്കെ, താങ്ക് യു. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പഞ്ചാബ് ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്തിരുന്ന ജഗ്ജീത് സിംഗ് ദല്ലേവാളിനെ പഞ്ചാബ് സർക്കാർ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം വെള്ളം മാത്രമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കാൻ തയ്യാറായിരുന്നില്ല. ഗ്ലൂക്കോസ് മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ കർഷക സംഘടനകളുമായി സമരം നടത്തും. യഥാർത്ഥ കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ ആണ് എന്നൊരു പരാമർശം കൂടി ഈ കേസ് നേരത്തെ പരിഗണിച്ചുകൊണ്ടിരുന്നപ്പോൾ മാർച്ച് മാസത്തിൽ സുപ്രീം കോടതി നടത്തുകയും ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ ഡൽഹിയിൽ.